ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ജയിലർ 2 ഗ്ലിംസ് ഇന്നലെ ഇറങ്ങിയപ്പോൾ ഏറ്റവും ചർച്ചയായ വിഷയം അതിനകത്തിൽ മോഹൻലാലിനെ കാണിച്ചില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ, ഒരു കാര്യം എടുത്ത് തന്നെ പറയാം, മറക്കേണ്ട മക്കളെ നിങ്ങൾ. മോഹൻലാലുണ്ട് ജയിലർ 2 100 കോടി തൂക്കം കേരളത്തിൽ, ജയിലർ 1 കേരളത്തിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ നേടാനുള്ള കാരണം അത് രജനീകാന്തും കാര്യങ്ങളൊന്നുമല്ല. അതെ, മോഹൻലാൽ എന്ന ഒറ്റ വ്യക്തിയുടെ പേരിൽ തന്നെയാണ് ആ സിനിമ കേരളത്തിൽ ഇമ്മാതിരി വിജയം നേടിയത്. വെറും 2 3 സീനിൽ മാത്യു എത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് ജയിലർ എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യവും മോഹൻലാലിനെ കാണിച്ചത് വളരെ വൈകിയാണ്, വേറെ തരത്തിലാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ സിനിമ ജയിലർ 1 അമ്മാതിരി കത്തിയിരുന്നു. അല്ലെങ്കിൽ സാധാരണ നിൽക്കുന്ന രജനി സിനിമകളിൽ നിന്ന് ആ ഒരു റേഞ്ചിൽ താഴെ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇവിടെ വിനായകനും മോഹൻലാലുമൊക്കെയുള്ള അഴിഞ്ഞാട്ടം തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത്. സിനിമ ബാക്കിയുള്ളവർ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് മോഹൻലാൽ എന്ന ആ ഒരൊറ്റ പേരിലാണ് സിനിമയ്ക്ക് ജനങ്ങൾ ഇത്രയും കയറിയത്. മോഹൻലാലിൻ്റെ ആ ഒരു ലുക്ക് കാണാൻ വേണ്ടി മാത്രം കയറിയ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയാം. തീർച്ചയായും നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് വരാവുന്നതാണ്. എന്തായാലും ജയിലർ 2 മോഹൻലാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രമായി വരും. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കളിയാക്കലുകളുണ്ടായിരുന്നു. എല്ലാവരെയും കാണിച്ചു, പക്ഷേ മോഹൻലാലിനെ മാത്രം കാണിച്ചില്ല എന്നുള്ള കാര്യം അത് ഒരു വരവായിരിക്കും, ഒരു ഒന്നൊന്നര വരവായിരിക്കും. അങ്ങനെ ഓഗസ്റ്റ് 15 ഈ ഒരു സിനിമ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന് ഒരു എക്സ്റ്റൻഡഡ് റോൾ ഉണ്ടെങ്കിൽ അത് 100 കോടി കടത്തിയിരിക്കുമെന്നുള്ളത്. അപ്പോൾ വീണ്ടും ഒരു 100 കോടി കേരളത്തിൽ നിന്ന് നേടാൻ പോകുന്നു മോഹൻലാൽ. ഒപ്പം രജനിയുടെ ഈ ഒരു സിനിമ ഒരു വമ്പൻ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാരൊക്കെയാണ്? ഈ ഒരു സിനിമ ഒരു വലിയ ക്ലാഷ് റിലീസുകൾക്കിടയിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 4ഓളം സൂപ്പർ താരങ്ങൾ അണിനിരക്കുമ്പോൾ അതിഗംഭീരമാകുമെന്ന് ഉറപ്പാണ്. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തണം.